മതമില്ലാത്ത സമൂഹങ്ങൾ ആയാലേ മനുഷ്യന് സ്വാതന്ത്ര്യവും സന്തോഷവും കൈവരൂ എന്ന് വിചാരിച്ച് മതരഹിത സമൂഹങ്ങൾക്ക് ആഹ്വാനം ചെയ്ത രാജ്യങ്ങളാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള യഥാർത്ഥത്തിൽ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പഠിക്കുന്ന നോർഡിക് പാരഡോക്സ് എന്ന് പറയുന്ന ഒരു പദപ്രയോഗം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. എന്താണ് നോർഡിക് പാരഡോക്സ്? സമാധാനത്തിന് വേണ്ടി സിംഗിൾ പാരന്റിങ് ഇനി എന്ത് ചെയ്യേണ്ട, ഭർത്താവിൻ്റെ ആവശ്യമില്ല, ഞാൻ മക്കളെ സ്വന്തം പൊട്ടിക്കോളാം എന്ന് തീരുമാനിച്ചപ്പോൾ, അല്ലെങ്കിൽ മാരേജ് എന്ന കുടുംബം, വിവാഹം എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ വേണ്ട, ഇഷ്ടമുള്ളവരുമായി ലിവിംഗ് ടുഗദർ, ഇഷ്ടമുള്ളപ്പോൾ പിരിഞ്ഞു പോരാം എന്ന ആശയം സ്വീകരിച്ചപ്പോൾ, അതുപോലെ എൻ്റെ ബോഡി എൻ്റെ ചോയ്സ് എന്ന ആശയത്തിലേക്ക് മാറിയപ്പോൾ ഏറ്റവും കൂടുതൽ വിഷാദ രോഗികൾ ഉള്ളത് ഈ പറഞ്ഞ രാജ്യങ്ങളാണ്. 2, ലോകത്തെ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് നടക്കുന്ന, ആത്മഹത്യ നടക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഈ പറഞ്ഞ രാജ്യങ്ങളാണുള്ളത്. 3, ലോകത്തെ ഏറ്റവും കൂടുതൽ വിധവകളാക്കപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണുള്ളത്. 4, ലോകത്തെ ഏറ്റവും കൂടുതൽ തെരുവ് പിള്ളേർ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ അമേരിക്കയെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. അതേസമയം വേൾഡ് ക്രിമിനൽ റെക്കോർഡ്, നിങ്ങൾക്ക് ഓരോ വർഷത്തെയും വേൾഡ് ക്രിമിനൽ റെക്കോർഡ് നിങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്, പരിശോധിച്ച് നോക്ക്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ കുറവുള്ളത് ഇസ്ലാമിക രാജ്യങ്ങളാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം കുറവുള്ളത് ഇസ്ലാമിക രാജ്യങ്ങളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിധവകൾ ഇല്ലാത്ത അവസ്ഥയുള്ളത് ഇസ്ലാമിക രാജ്യങ്ങളാണ്. വിധവകൾക്ക് സംരക്ഷണം ലഭിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളാണ്. ലോകത്ത് ലൈംഗിക അതിക്രമങ്ങൾ ഏറ്റവും കുറവുള്ളത് ഇസ്ലാമിക രാജ്യങ്ങളാണ്. ലോകത്ത് മദ്യപാനം, അതുകൊണ്ട് അനുബന്ധമായ വിപത്തുകൾ ഏറ്റവും കുറവുള്ളത് ഇസ്ലാമിക രാജ്യങ്ങളാണ്. ലോകത്ത് ഈ അനാഥകൾക്ക് സംരക്ഷണം കിട്ടുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് ഇസ്ലാമിക രാജ്യങ്ങളാണ്. ലോകത്ത് ടീനേജിലുള്ളവർക്ക് ശരിയായ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന രാജ്യങ്ങളുടെ മുൻനിരയിലുള്ളത് ഇസ്ലാമിക രാജ്യങ്ങളാണ്. ലോകത്ത് കുടുംബത്തിൽ ഐക്യവും സന്തോഷം നിലനിൽക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളാണ്. ലോകത്ത് ഏതെങ്കിലും തരത്തിൽ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ മാനദണ്ഡങ്ങളായി മനുഷ്യർ പൊതുവായി ഇക്കാലം വരെ മനസ്സിലാക്കി പോന്നിട്ടുള്ള ഏത് കാര്യം എടുത്ത് പരിശോധിച്ചാലും അതിൽ നിങ്ങൾ നേരത്തെ വെച്ച പട്ടികയിൽ താഴെ നിൽക്കുന്ന രാജ്യങ്ങൾ താഴെ നിന്ന് മേലെ കഴിഞ്ഞാൽ അവരാണ് ഒന്നാമത് നിൽക്കുന്നത്. നേരെ മറിച്ച് സന്തോഷം എന്ന് പറയുന്നത് വലിയ AC ഉള്ള വീടുണ്ടോ, വീട്ടിൽ കാറുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുമായി ലൈംഗിക ബന്ധത്തിന് അനുവാദമുണ്ടോ, നിങ്ങളുടെ ഭർത്താവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ പോറ്റുക എന്ന് പറയുന്ന ഭാരിച്ച ചുമതല നിങ്ങൾ ഏറ്റേണ്ടി വരുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ആ ചോദ്യത്തിൽ നേരത്തെ പറഞ്ഞ രാജ്യങ്ങളാണ് മുൻപന്തിയിലുള്ളത്. ഇതാണ് ഇതിന്റെ